ഒരു രോഗിയെ ഗുരുതരമായ രോഗത്താൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ രോഗിയെ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു, ഈ രോഗിക്ക് ഇനി 10 ദിവസം മാത്രമേ ആയുസുള്ളൂ. 10ാം ദിവസത്തോടു കൂടി ഈ രോഗി ഈ രോഗത്തോട് വിട പറയും എന്ന് ഡോക്ടർ ആ രോഗിയുടെ കൂടെ ഇരുന്ന ആളിനോടും രോഗിയോടും പറഞ്ഞു. അങ്ങനെ ജീവിച്ചിരിക്കാനുള്ള 10 ദിവസങ്ങൾ ആ ആശുപത്രിയിൽ തന്നെ താമസിക്കാൻ ആ രോഗിയെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഒരു അത്ഭുതമെന്നോണം 1ാമത്തെ ദിവസം എഴുന്നേറ്റ രോഗി ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ അതാ ഒരു മരം. ആ മരത്തിൽ 10 ഇലകളുണ്ടായിരുന്നു. അദ്ദേഹം നോക്കുമ്പോൾ ഒരു ഇല അങ്ങ് പൊഴിഞ്ഞ് താഴെ പോയി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, എനിക്കും 10 ദിവസം, ഈ മരത്തിൽ 10 ഇലകൾ, എന്റെ 1ാമത്തെ ദിവസവും 1ാമത്തെ ഇലയും പൊഴിഞ്ഞുപോയി. അങ്ങനെ അദ്ദേഹം 2ാമത്തെ ദിവസവും എഴുന്നേറ്റ് ജനലിന് പുറത്തേക്ക് നോക്കി. അപ്പോൾ 2ാമത്തെ ഇലയും പെടും. ഇങ്ങനെ ദിവസങ്ങൾ 2, 3 എന്നിങ്ങനെ 9 ദിവസം അദ്ദേഹം ഉറപ്പിച്ചു, നാളെ എന്റെ മരണവും 10ാമത്തെ ഇലയുടെ പൊഴിച്ചിലും ആ വൃക്ഷത്തിന്റെ മരണവും ഒരുമിച്ച് സംഭവിക്കും. അങ്ങനെ ജിജ്ഞാസയോടുകൂടി വളരെ വിഷമത്തോടുകൂടി ഈ ലോകത്തോട് അറിഞ്ഞുകൊണ്ട് വിട പറയുന്ന ഒരു മനുഷ്യന്റെ വേവലാതിയോടുകൂടി അദ്ദേഹം 10ാമത്തെ ദിവസം എഴുതി അദ്ദേഹം പുറത്തേക്ക് നോക്കി. സാധാരണ ഇല പൊഴിയുന്ന സമയമായിട്ട് ഇല പൊഴിയുന്നില്ല. അദ്ദേഹം വീണ്ടും നോക്കി, ഇല പൊഴിയുന്നില്ല. വൈകുന്നേരമായി ഇല പൊഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, ഈ 10ാം ദിവസം പൊഴിയാത്ത ഇല പോലും എന്റെ ജീവിതത്തിനും ഒരു നീട്ടലുണ്ടാകുമോ എന്ന ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ. എന്തായാലും 10ാം ദിവസം ഇല പൊഴിഞ്ഞില്ല. 10ാം ദിവസം എന്നല്ല, 11ാം ദിവസവും 12ാം ദിവസവും ഇല പൊഴിഞ്ഞതേ. ഇലയോടൊത്ത് തന്റെ ജീവിതത്തെ ഒന്നിച്ചേർത്ത ആ രോഗി ചിന്തിച്ചു, ഈ ഇല എന്ന് പൊഴിയുന്നു അതുവരെ ഞാൻ മരിക്കില്ല. തീർച്ചയായും എന്റെ രോഗത്തിന് ശമനമുണ്ടാകും എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിൽ വളർന്നു. ആ ആത്മവിശ്വാസം അത്ഭുതകരമായ രോഗശാന്തി നൽകുകയും അദ്ദേഹം പൂർണ്ണമായും രോഗം മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരിക്കൽ പൂർണ്ണമായും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന രോഗിയുടെ സുഹൃത്തിനോട് ചോദിച്ചു, ഞാൻ ആശുപത്രിയിലേക്ക് കിടന്നപ്പോൾ 9 ദിവസവും ഇല പൊഴിഞ്ഞു പോയി. പക്ഷെ 10ാം ദിവസത്തെ ഇല മാത്രം പൊഴിയാതെ അതിൽ പ്രതീക്ഷ അർപ്പിച്ച് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. അതൊരു വലിയ അത്ഭുതമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തെ, 10ാമത്തെ ഇലയും പൊഴിയുന്നതിന് മുമ്പ് ഞാൻ അതിന് സാദൃശ്യമായ ഒരു ഇല പൊഴിച്ചു കളഞ്ഞതിന് ശേഷം അവിടെ കൃത്രിമമായി തുന്നിക്കെട്ടി വെച്ചു, പൊഴിയാത്ത രീതി. എന്റെ മനസ്സിന്റെ വേദനകളും ചിന്താശക്തികളും വായിച്ചെടുക്കാൻ കഴിഞ്ഞ ആത്മസുഹൃത്ത് നിലയിൽ എനിക്ക് മനസ്സിലായി, 10ാമത്തിന്റെ ഇല പൊഴിയുന്നത് കാത്ത് മരിക്കാനിരിക്കുന്ന നിനക്ക് എന്റെ ഈ പ്രവർത്തനം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു കൈത്താങ്ങാകുമോ എന്ന് ഞാൻ പരിശോധിക്കുകയായി. ആ പരിശോധനയിൽ ഞാനും നീയും വിജയിച്ചത് കൊണ്ടാണ് നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. തീർച്ചയായും ഓ ഹെൻറി എന്ന വിശ്വവിഖ്യാതനായ ഒരു സാഹിത്യകാരൻ എഴുതിയ ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന ഒരു കഥ ഞാൻ എൻ്റെ ഒരു അവതരണ രീതി മാറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ അവതരിപ്പിച്ചതാണ്. തീർച്ചയായും ഓ ഹെൻറിയുടെ സുഹൃത്ത് ചെയ്ത നന്മയെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യ സ്നേഹിയായി തീരുന്നത്.